സർ, ടാങ്കറിന്റെ ഡ്രൈവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നും മിസ്സിംഗ് ആണ്. റിഫൈനറിയിൽ നിന്നും തിരിച്ച ഡ്രൈവേഴ്സ് ഇവരല്ല. റിഫൈനറി അതോറിറ്റീസ് അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അത് മാത്രമല്ല സർ, ഈ നരേന്ദ്രൻ ആചാര്യ സ്കാനിംഗ് സെന്ററിൽ പോയത് മകളുടെ റിപ്പോർട്ട് വാങ്ങാനെന്നാ പറഞ്ഞത്. അത് ഫേക്കാണ്. ഇൻഫാക്ട് അയാൾ റൊട്ടീൻ ചെക്കപ്പ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം തടവുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിത് അത്രമാത്രം. സാർ, ഇതിലിനി വേറൊരു ഡൗട്ടൊന്നും വേണ്ട. ജയിലിലുള്ള ഏതോ ഒരു VIP അല്ലെങ്കിൽ അതുപോലെ പ്രൊഫൈലുള്ള ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാബോട്ടേജ്. ഈ ജയിലിലെ 400-ൽ പരം വരുന്ന പ്രതികളിൽ ആര് വേണമെങ്കിലും ആകാം ആ വ്യക്തി. പക്ഷേ അക്കാര്യത്തിൽ ഒരു പിൻ പോയിന്റ് ഡിസിഷനിലെത്താൻ ഈ സിറ്റുവേഷനിൽ നമുക്ക് കഴിയില്ല. കാരണം അത്തരത്തിലൊരു മെസ്സേജോ ഇന്റലിജൻസ് റിപ്പോർട്ടോ നമുക്ക് വ്യക്തമായില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ അവസരത്തിൽ ഒരുപോലെ സംശയിക്കേണ്ടി വരും. അങ്ങനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ എന്തായിരിക്കും അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ? സർ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജയിലിലുള്ള പ്രതികളെ ഷിഫ്റ്റ് ചെയ്യലല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ലെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. സോ അവരുടെ അറ്റാക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ഒന്നുകിൽ ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയം റൂട്ടിൽ വെച്ച്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഷെൽട്ടറിനുള്ളിൽ വെച്ച്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ജയിൽ ഷിഫ്റ്റ് ചെയ്യല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഇല്ല.